എൻ്റെതായ ഒരു ഉദ്ദേശമുണ്ട്. അതായത് നിങ്ങൾക്ക് സമൂഹക്രമത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ പ്രോപ്പറായി പഠിക്കാതെ ആരുടെ മനസ്സിനെയും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പറയാൻ പര്യാപ്തമായ ലിംഗങ്ങൾ ഞാൻ കളക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമിജി പലപ്പോഴും വേദാന്തപരമായ ആശയങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവസംഘ പരിത്യാഗത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമല്ലാത്ത സാധനമാണ്. നിങ്ങൾക്ക് ചെയ്യാനോട്ട് പറ്റുകയില്ല. ദുഃഖം മാറിയിട്ട് സമയമുണ്ടാവില്ല. അതെ. അപ്പം ഞാനതുകൊണ്ട് അതിലെ ശക്തങ്ങളായ ലിംഗങ്ങൾ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അത്ര വേഗത്തിൽ എളുപ്പത്തിൽ നന്നാക്കിയെടുക്കാനാവില്ല. അയാളെ കുറേ വാസനകളും അയാളെ കുറേ കാര്യങ്ങളും ഭരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെയും ഭരിക്കുന്നു. അതുകൊണ്ട് കൂട്ടായ്മകളെയൊക്കെ നിങ്ങൾക്ക് സമർത്ഥമായി കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതറിയണം. സ്വാമിജി, ചിലപ്പോൾ ഒരു ശരിയല്ലാത്ത കാര്യം നമുക്ക് ചെയ്യേണ്ടി വരുന്നൊരു നമുക്ക് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ചെയ്യേണ്ടി വരില്ല. അന്യർ ചെയ്യുന്നത് കാണേണ്ടി വന്നേക്കാം. അപ്പോൾ അത് അവരുടെ വാസനയാണെന്ന് വിചാരിച്ചേക്കുക. അവർക്കത് ശരിയാണ്. അതായത് നിങ്ങളൊന്നാമത്തെ കാര്യം, നിങ്ങൾ റെഡിമെയ്ഡായി പഠിച്ചിരിക്കുന്ന തെറ്റുകളും ശരികളുമാണ്. എൻ്റെ നിഘണ്ടുവിൽ ഈ ലോകത്ത് തെറ്റുകളില്ല. കോടതിയുടെ നിഘണ്ടുവിലോ നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിഘണ്ടുവിലോ മാധ്യമത്തിൻ്റെ നിഘണ്ടുവിലോ ഒക്കെ തെറ്റുകാരുണ്ടാവും. എൻ്റെ നിഘണ്ടുവില്ല. ഞാനതുകൊണ്ടാണ് തമാശ രൂപത്തിൽ സരിതാ നായർ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കാരണം അത് തെറ്റല്ല. ആ അവസ്ഥയിൽ നിങ്ങളൊരാൾ അവിടെ ചെന്നാൽ നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ആ കുട്ടിയും ചെയ്തിട്ടുള്ളൂ. ആ അവസ്ഥയിലാണ്, അതേ വാസനയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ചെയ്യൂ. മറിച്ച് നിങ്ങൾ ആരും ഇത് ചെയ്യില്ല ആ അവസ്ഥയിൽ, അതേ മാനസികാവസ്ഥയിൽ എങ്കിൽ മാത്രമാണ് സാമൂഹികമായൊരു ശരിയും വൈയക്തികമായൊരു തെറ്റുമായി അത് മാറുന്നത്. നമ്മളൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ നമ്മൾ കൈക്കൂലി കൊടുക്കുകയില്ലേ? കൈക്കൂലിക്കെതിരെ എത്ര വാദമുഖങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെയല്ലേ കൈക്കൂലി നിലനിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ ഇത്രയും പേര് പരിചയപ്പെട്ടു. ഇതിനകത്ത് വക്കീല്, ഇതിനകത്ത് എഞ്ചിനീയർ, ഇതിനകത്ത് ഡോക്ടർ, ഇതിനകത്ത് FACT, ഇതിനകത്ത് കൊച്ചിൻ റിഫൈനറി, ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ട നിങ്ങളെ എറണാകുളം അവിടെ ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടത് ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ ഫോണെടുത്ത് വിളിച്ചിട്ട് നമുക്കൊരു ആളുണ്ടല്ലോ, എങ്ങനെയാണ് അവിടെ വല്ല പരിചയക്കാരുണ്ടോ വല്ല രക്ഷയുണ്ടോ കയറിപ്പറ്റ എന്ന് ചോദിക്കില്ല. ആ പരിചയങ്ങളെ ഉപയോഗിച്ച് കയറിപ്പറ്റാൻ പറ്റുമോ? പരിചയങ്ങൾ കൊണ്ടായില്ലെങ്കിൽ 10 രൂപ കൊടുത്താൽ കയറിപ്പറ്റാൻ പറ്റുമോ? ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊന്നും ചോദിക്കാത്തൊരു നിലയിലാണ് ശരിതെറ്റുകൾക്ക് പ്രസക്തി. എൻ്റെ ഉദ്ദേശവും അതാണ്. മാനസികമായി ചെയ്യണമോ കൂടുതൽ ഏറ്റവും മോശം അതാണ്. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഇത് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ വിടും. എൻ്റെ നിഘണ്ടുവിനകത്ത് ശരി തെറ്റുകൾ താഴ്ന്ന ശരി വാസനകളെ അതിനെങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ആര് എൻ്റെ അടുക്ക വന്നാലും വർത്തമാനം പറഞ്ഞാലും ഞാൻ അവരുടെ പേര് ചോദിക്കാറില്ല, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കാറില്ല. നിങ്ങളിൽ ഒരാളെയും ഞാൻ കൂടുതലായി പരിചയപ്പെടാറില്ല, പരിചയമില്ലാതിരിക്കാറില്ല. നിങ്ങൾ തമ്മിൽ വിളിക്കുമ്പോൾ പേരൊക്കെ ഞാനറിയോ, അന്നേരം ഇടയ്ക്ക് തോണ്ടി കളിയാക്കുകയോ ഒക്കെ ചെയ്യും. എനിക്ക് അങ്ങയുടെ പേരറിയില്ല, സത്യം പറയാണ്. കുറേ കാലമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. പേര് ചോദിച്ചാൽ ഒരു വ്യക്തിയും പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ തമ്മിൽ വിളിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേര് അവർ പറഞ്ഞപ്പോൾ പേര് കേട്ടു, പക്ഷെ തലേന്നില്ല. അത് 10 പ്രാവശ്യം കേൾക്കുമ്പോൾ തലേ നീങ്ങി. കാരണം വെച്ചാൽ നമ്മുടെ തലയിൽ ഈ പേരുകളും കാര്യങ്ങളും വലിയ ഇമ്പോർട്ടൻ്റ് ഇൻട്രസ്റ്റും ഉള്ളതല്ല. കുറേ വർഷമായിട്ട് വന്ന് കാണും.
എത്രയോ വർഷമായി. നേരെ മറിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പല പ്രാവശ്യം പലരും മാറി മാറി ഒരാളെ വിളിച്ചാൽ പേരോടെ അറിയില്ല. പിന്നെ ചിലർ പേരൊക്കെ പത്രത്തിൽ കാണുന്നുണ്ട്, ഓർമ്മയുണ്ട്, കണാരന്മാരുടെ പേര് പോലത്തെ ആളുടെ പേര് ഇങ്ങനെയുള്ള പത്രത്തിൽ കാണുന്നുണ്ട് ഓർമ്മയില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അടുക്ക വരുന്നു. അപ്പം കൂടെ രണ്ടുപേര് വരുന്നു. ഹലോ 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 പറഞ്ഞോളൂ. അവിടെ കിട്ടില്ല, ഒറ്റപ്പാലത്തേ കിട്ടുള്ളൂ. തൽക്കാലം മഞ്ഞിഷ്ടാതി ഗുളിക ഇഞ്ചിനീരി കൊടുക്കും. അത് കുഴപ്പമില്ല, തൽക്കാലം അതിൻ്റെ 4 കൊടുത്താൽ മതി. അതെ, അങ്ങനെ ഒരു 10 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഫയൽ അവിടെ നിൽക്കുകയാണ്. സ്വാമിയൊക്കെ 2-3 പ്രാവശ്യം വിളിക്കുന്നത് നേരിട്ട് കേൾക്കുകയാണെങ്കിൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഇയാളെ അവിടെ കാണാറില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പേരങ്ങ് പഠിക്കും. ഇപ്പം അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. പേര് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃച്ഛികമായി കേട്ട് പഠിക്കുന്നതാണ്, അല്ലാതെ ചോദിച്ചില്ല. അല്ല, മുമ്പിൽ വന്നാലും പെട്ടെന്നൊരു പേര് പറഞ്ഞാലും ഓർമ്മയെ വരില്ല. എന്തെങ്കിലും ഒരു ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോഴാണ് ആ പേര് പഠിക്കുന്നത്. അത് പേര് പഠിക്കാൻ പിന്നെ ഒരാളുമായി ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒരു കാര്യം നടത്താനും ഒരു പേരറിയേണ്ട കാര്യം. ഈ ലോകത്തെല്ലാം നടന്ന് ഭിക്ഷ എടുത്ത് ചോദിച്ചത് ആദ്യം പേര് ചോദിച്ചിട്ടില്ല, ജാതി ചോദിച്ചിട്ടില്ല, മതം ചോദിച്ചിട്ടില്ല. ചെല്ലുന്നത് പേരുമ്പോൾ വിശാലായിട്ട് കഴിച്ചു ഇറങ്ങിപ്പോകും. പല വീടുകളിലും പോയി ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ അമ്മയുടെ പേരും അറിയില്ല, പിള്ളേരുടെ പേരും അറിയില്ല. വളരെ വർഷങ്ങൾ കൂടിയാണ് ചില പേരുകൾ തലതിരിക്കുന്നത്. എന്നെ അറിയാവുന്ന മട്ടിലൊക്കെ തലവിളിക്കും. ഇത് മോശമല്ലേ? കണ്ടാൽ ആ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് തിരിച്ചറിയുന്നതിന് പ്രശ്നമാണ്. കണ്ടാൽ ഒരു പ്രാവശ്യം കണ്ടാവും. അത് കുഴപ്പമില്ല, ഞാനാവില്ല. ഞാനാവില്ല. കാരണം എന്താ വെച്ചാൽ അല്ലാതെ ആവില്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇത് കുറെ കാലം തെറ്റി നടന്നതായോണ്ടാവില്ല. മറിച്ച് അതിനെ എനിക്ക് പബ്ലിക്കുമായ ബന്ധമില്ല. സ്വാമിജി സംസാരിക്കുന്ന കേൾക്കലൊക്കെ ഈ കുലത്തിൻ്റെ പരിശുദ്ധിയെ കുറിച്ച് പലപ്പോഴും പറയുന്നില്ലേ? അപ്പോൾ നല്ല കുലങ്ങളിൽ അതെന്റെ ഒരു രസം. അല്ല, മനസ്സിലായി. നല്ല കുലങ്ങളിലും വെറും തല്ലിപ്പുള്ള ആൾക്കാർ ഉണ്ടാവില്ല. അല്ല, പിന്നെ കൂടുതൽ പറയിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ബാക്കി പിന്നെ നിങ്ങൾ ഗവേഷണം ചെയ്യുന്നത്. അത് കാരണം വെച്ചാൽ അതിന് പഴയൊരു കഥ പറയും. അതെ, അതിന് പഴയൊരു കഥ പറയും. വീട്ടിൽ പല ആളുകൾ വന്നു പോയതല്ലേ, ഇവിടെ ഉണ്ടാവില്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇതാണ്. വേദവ്യാസന്റെ പുത്രനായിട്ടും പാണ്ഡുവും അവര് പോലും വേദവ്യാസന്റെ പുത്രനായിട്ട് പോലും പാണ്ഡുവിന് അറിവ് കുറവല്ലായിരുന്നു, ധൃതരാഷ്ട്രന് അറിവ് കുറവല്ലായിരുന്നു. ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും ഒക്കെ നിങ്ങൾ അറിവില്ലാത്തവർ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റാണ്. പാണ്ഡുവും ധൃതരാഷ്ട്രവും ഒക്കെ അറിവിന്റെ ലോകത്തിൽ അങ്ങേയറ്റത്താണ്. ഒറ്റ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, അമിതമായ പുത്രവാത്സല്യം. ധൃതരാഷ്ട്രനെതിരെ നിങ്ങൾക്ക് നിരത്താവുന്ന ഒറ്റ ആരോപണമേ ഉള്ളൂ, അത് അമിതമായ പുത്രവാത്സല്യം. അമിതമായ പുത്രവാത്സല്യം എല്ലാം തകർക്കാൻ കാരണമായി തീരുമെന്ന് മഹാഭാരതം നിങ്ങളെ പഠിപ്പിക്കുന്നു. വേറെ ഒരു തെറ്റും ധൃതരാഷ്ട്രമില്ല. ധൃതരാഷ്ട്രം സകലതും അറിയാം. ധൃതരാഷ്ട്രം സഞ്ചാരം തമ്മിലുള്ള സംവാദത്തിൽ അത് വരുന്നു വളരെ വ്യക്തമാണ്. ധൃതരാഷ്ട്രം ഒറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, അമിതമായ പുത്രവാത്സല്യം. അത് ഇന്നത്തെ ലോകവുമായി തട്ടിക്കുമ്പോൾ അത് വലിയൊരു അപരാധമൊന്നുമല്ല. എൻ്റെ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും നേതാക്കന്മാർക്കുള്ളതാണ് ഈ അമിതമായ പുത്രവാത്സല്യം. പുത്രന്മാരുടെ ആർക്കാണ് ഈ പുത്രവാത്സല്യം ഇല്ലാത്തത്? പുത്രവാത്സല്യം വരുമ്പോൾ അന്ധനായിത്തീരും. അല്ലാതെ അയാളുടെ കണ്ണ് കാണുകയല്ലെന്ന് പോലും ഞാൻ അർത്ഥം വിചാരിച്ചിട്ടില്ല.
നിങ്ങളുടെ നേതാക്കന്മാരെ ഇങ്ങനെ എടുത്തിട്ട് നിരത്തി നിർത്തി കഴിഞ്ഞാൽ എല്ലാം അന്ധന്മാരാണ് പുത്രൻ്റെ കാര്യം. അല്ലാതാരമുള്ള അതിൽ എക്സെപ്ഷൻ ഗാന്ധിജിയായിരിക്കും. അതിൽ എക്സെപ്ഷൻ ആയതുകൊണ്ടാണോ ഞാൻ പറഞ്ഞതുപോലെ ബന്ധുക്കളോട് കാരുണ്യം കാണിക്കരുത്, അതാണ് ത്യാഗമെന്നൊരു തെറ്റായ ധാരണയുടെ ഫലമാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ ഏറിയും കുറഞ്ഞോ അതുണ്ടല്ലോ. അപ്പം അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാമല്ലോ. ത്യാഗത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പം അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് സ്വാമിജി എപ്പോഴും പറയാറുണ്ടല്ലോ, ഭീഷ്മരുടെ ത്യാഗത്തെക്കുറിച്ചുള്ള സങ്കല്പം അതുപോലെ വരുന്നതാണ്. സങ്കല്പങ്ങളാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ അമ്മ മകന് വേണ്ടി ഒന്ന് സങ്കല്പിക്കുക, മകൻ അതിന് വിരുദ്ധമായി സങ്കല്പിക്കുക ചെയ്യുമ്പോൾ എന്തായിരിക്കും അതില്? അത് വിരുദ്ധമാണോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കുക. അല്ല, വിരുദ്ധം അല്ലെങ്കിലും കുറച്ച് വ്യത്യാസത്തിലെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ, സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതായിരിക്കും വലിക്കുന്നത്? ആരുടെ മനസ്സാണോ കൂടുതൽ ശക്തവും തപസ്സുള്ളതും അത് വലിക്കും. എന്നാലും മറ്റേ ആളുടേതും കുറച്ചതിനകത്ത് കലർന്നത്. സങ്കല്പം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ ആശ്രയിച്ചുമാണ് നടക്കുന്നത്. മകന്റെ സങ്കല്പം പോലും മുമ്പൊരു ഉണ്ടായ സങ്കല്പമായിരിക്കും. തീർച്ചയായും മകൻ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ പോലും അതും അതിനു മുമ്പേ ഒരു പൂർവിക സങ്കല്പം ഉണ്ടാവും. സമയമായില്ലല്ലോ. 8 മണിയായോ? രാകേഷിന് വന്നല്ലോ. നീ ആളുള്ളല്ലോ. നമ്മുടെ ഇവിടെ വെച്ചാൽ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു അല്ലേ?